ഇന്ന് എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. പഴം കട്ട്ലേറ്റ്സ്. കട്ട്ലേറ്റ് അല്ല കേട്ടോ, കട്ട്ലേറ്റ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ പഴം കട്ട്ലേറ്റ്സ് റെഡിയാക്കാനായിട്ട് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴംപൊരിക്കൊക്കെ എടുക്കുന്ന അത്രയ്ക്ക് പഴുപ്പുള്ള പഴം വേണ്ട, അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം മതി. കാരണം പഴുപ്പ് കൂടി കഴിഞ്ഞാൽ ടേസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇത്തിരി ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. തീരെ പഴുക്കാത്തത് എടുക്കരുത് കേട്ടോ, കറ കുത്തുന്നൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇത് മുറിച്ചെടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ 2 വര കൊടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. ഇതുപോലെ തന്നെ 2 പഴവും മുറിച്ചെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള ഈ പഴം നമ്മളിതിന് ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്ത് വേണം പഴം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. വളരെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓയിൽ കൂടുതൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വേറെ കോട്ടിംഗ് ഒന്നും വരുന്നില്ലല്ലോ. മൊത്തത്തിൽ ഫ്രൈ ആയി ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റണം. എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടി പിടിച്ച പോലെ തോന്നും, അത് കുഴപ്പമില്ല. നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് റെഡി ആയിക്കോളും. അപ്പോൾ ബാക്കിയുള്ള പഴം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് മൊത്തത്തിൽ മാറ്റിയെടുക്കാം. ഇനി വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഒരു ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് ഇതൊന്നങ്ങ് വറുത്തെടുക്കണം. കാഷ്യൂ ഒന്ന് വറവായി കളറ് മാറുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കുക. അത് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. മുന്തിരി കൂടുതൽ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക കേട്ടോ. ഇത് രണ്ടും വറുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നിർബന്ധമില്ല, ഞാൻ മുട്ട വറുക്കുന്ന സമയത്ത് ചെറിയൊരു കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ടുണ്ടായിരുന്ന ആ പാൻ ഉണ്ടല്ലോ, അതിൽ കുറച്ച് നെയ്യ് ബാക്കിയുണ്ട്. അത് ചൂടാക്കിയിട്ട് അതിലേക്ക് തന്നെ ഈ റെഡിയാക്കിയിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ചിട്ട് ഒന്നങ്ങ് ചൂടാവുന്ന സമയത്ത് മൊത്തത്തിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ നാടൻ രീതിയിൽ പഴം വാട്ടിയിട്ട് ഇതുപോലെ ഒരു മുട്ടയുടെ കൂട്ട് ചെയ്യലുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. പിന്നെ കൂടുതൽ ആളുകളും ചോദിക്കും അങ്ങനെ ചെയ്താൽ പോരെ, ഇതിപ്പോൾ ഓയിൽ കുറച്ച് കൂടുതലല്ലേ എന്നൊക്കെ ഉള്ളത്. ഈ ഒരു രീതി എന്തിനാന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ റെസിപ്പിക്കും ഓരോ പുതുമയുണ്ടല്ലോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ സിമ്പിളായിട്ട് വാട്ടി കഴിക്കുകയാണെങ്കിലും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കാരണം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യലായിട്ടൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതൂടെ ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ മതി, കൂടുതലൊന്നും വേണ്ട. തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി ആ മുട്ടയും തേങ്ങയും കൂടെ ഒന്നങ്ങ് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തേങ്ങ കുറച്ചുകൂടെ ഒരു ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നെയ്യിലേക്ക് മുട്ട ആദ്യം ചേർത്തല്ലോ, അതിന് മുൻപായിട്ട് തേങ്ങ ഒരു ഇത്തിരി പഞ്ചസാര ഇട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ വ്യത്യാസം വരുത്താം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഇനി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ പഴം വറുത്തെടുത്ത സമയത്ത് ചെറുതായിട്ട് കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അത് ഈ സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് വളരെ ചെറിയ തീയിൽ ഗ്യാസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. മൊത്തത്തിലൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുകയും ചെയ്യാം. പിന്നെ കൂടുതൽ സമയം ഗ്യാസ് കത്തിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഇത്തിരി പിസ്തയും കുറച്ച് ബദാമും ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു നിർബന്ധമില്ല, കയ്യിലുള്ളതുകൊണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടുവെന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊന്നും അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമാണ് കേട്ടോ ചെയ്യാറുള്ളൂ. അതുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അല്ലെങ്കിൽ അതിൽ കുറവായാലും മതി. ഇത് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അത് അങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലേറ്റിലേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതിയാകും. എപ്പോഴും നമ്മളിത് പ്ലേറ്റിലേക്ക് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം ആ മുട്ടയും പഴവും കാഷ്യൂ ഒക്കെ ഒന്നിച്ച് കഴിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കാത്തൊക്കെ ഒരു സമയത്ത് ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കുറച്ചൊരു വ്യത്യസ്തത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. സാധാരണ നമ്മൾ പഴം വാട്ടി ചെയ്യുന്നതിൽ നിന്ന് ഒരു ഇത്തിരി വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ കുറച്ചൊരു പുതുമ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നത് തന്നെയായിരിക്കും. എന്നാലും ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്.
പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്